ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ATM CDM മോണിറ്റർ ഓഫ് ചെയ്യുന്നത് ബാങ്കുകൾക്ക് നേട്ടമോ ജനങ്ങൾക്ക് നഷ്ടമോ? ATM ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ CDM എന്നിവയുടെ പ്രവർത്തനം നിർബന്ധമായും 24 hours and 7 days ഉറപ്പാക്കേണ്ടത് ബാങ്കുകളുടെ കടമയാണ്. എന്നാൽ നിരവധി ബാങ്കുകൾ രാത്രികാലങ്ങളിലും അവധി ദിവസങ്ങളിലും ഈ മെഷീനുകളുടെ മോണിറ്റർ സ്ക്രീൻ ഓഫ് ചെയ്തിടുന്നത് പതിവായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു. പ്രശ്നം എന്താണ്? മോണിറ്റർ ഓഫ് ആകുമ്പോൾ പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ ഉള്ള സൗകര്യം നഷ്ടപ്പെടുന്നു. മെഷീൻ പ്രവർത്തനക്ഷമമാണോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും വ്യാപാരികൾക്ക് CDM ഉപയോഗിച്ച് വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് ബുദ്ധിമുട്ടാകുന്നു. അടിയന്തരാവസ്ഥകളിൽ പണം ആവശ്യമുള്ളവർക്ക് പ്രതിസന്ധിയുണ്ടാകുന്നു. ബാങ്കുകൾക്ക് എന്ത് നേട്ടം? റാങ്കിംഗ് വർദ്ധിപ്പിക്കൽ. ബാങ്കുകളുടെ പ്രവർത്തനക്ഷമത അളക്കുന്നതിൽ മെഷീൻ ലഭ്യത ഒരു പ്രധാന ഘടകമാണ്. മോണിറ്റർ ഓഫ് ചെയ്താലും മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ കഴിയും. ഇത് ബാങ്കിന് മികച്ച റാങ്കിംഗ് നേടാൻ സഹായിക്കും. വരുമാനം വർദ്ധിപ്പിക്കൽ. ചില സന്ദർഭങ്ങളിൽ മെഷീൻ പ്രവർത്തനരഹിതമാകുമ്പോൾ ബാങ്കുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കായി ചെലവ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നേട്ടം ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപഭോക്തൃ വിശ്വാസം നഷ്ടപ്പെടുകയും ബാങ്കിന്റെ പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ. ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് 24 hours and 7 days സേവനം നൽകാൻ ബാധ്യസ്ഥരാണ്. ഉപഭോക്താക്കൾക്ക് ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഗുരുതരമായ ലംഘനമാണ്. ഉപഭോക്താക്കൾക്ക് ഈ പ്രശ്നം ബാങ്കുകളുടെ ഉപഭോക്താ സേവന വിഭാഗത്തിൽ, അതായത് ബാങ്കിംഗ് ഓംബുഡ്സ്മനിൽ പരാതിപ്പെടാം. ബാങ്കിംഗ് നിയന്ത്രണ അധികാരികളെ അഥവാ RBIയെ സമീപിക്കുന്നതിലൂടെയും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം. പരിഹാര മാർഗങ്ങൾ. ശക്തമായ നിയന്ത്രണം. ബാങ്കിംഗ് നിയന്ത്രണ അധികാരികൾ RBI ഈ പ്രശ്നത്തിൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മോണിറ്റർ ഓഫ് ചെയ്യുന്നത് തടയുന്നതിനുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണം. സാങ്കേതിക പരിഹാരങ്ങൾ. റിമോട്ട് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് മെഷീനുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുക. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മെഷീനുകളുടെ അറ്റകുറ്റപ്പണികൾ പ്രവചിക്കുകയും തടയുകയും ചെയ്യുക. ഉപഭോക്തൃ ബോധവൽക്കരണം. ഉപഭോക്താക്കളെ അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ബോധവൽക്കരിക്കുക. പരാതിപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ അറിയിക്കുക. ATM CDM മെഷീനുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ്. ബാങ്കുകൾക്ക് ഹ്രസ്വകാല നേട്ടങ്ങൾ ലഭിച്ചേക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ബാങ്കിന്റെ പ്രതിച്ഛായയ്ക്കും വരുമാനത്തിനും തിരിച്ചടിയാകും. ശക്തമായ നിയന്ത്രണം, സാങ്കേതിക പരിഹാരങ്ങൾ, ഉപഭോക്തൃ ബോധവൽക്കരണം എന്നിവയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അനുഭവത്തിൽ ഏത് ബാങ്കാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ദയവായി കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.